ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമ മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഡീവൽ ഇന്ത്യ സെന്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഡൽഹിയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ. നമ്മുടെ ഡൽഹിയിൽ ഒരുപാട് റൂളേഴ്സ് ഭരണം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ എന്താണ് ഡൽഹിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ കാരണം ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡൽഹിയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചർ നോക്കാം, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, നമ്മുടെ ഡൽഹി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് മക്കളെ? ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഈ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താ, ഈ സമതലം എന്ന് പറയുന്നത് എന്താ അറിയോ? അതായത് ഒരുപാട് നദികൾക്കിടയിൽ ചെറിയ അടിഞ്ഞു കൂടുന്ന ചില മണ്ണൊക്കെ ഉണ്ടാവില്ലേ, ഈ മണ്ണാണ് ഈ പ്ലെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ, ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ എന്താണ്, ഗാൻജറ്റിക് പ്ലെയിൻ എന്തുണ്ടാവും മക്കളെ? നല്ല ഫലപുഷ്ടമായ മണ്ണായിരിക്കും, നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണായിരിക്കും. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, കാർഷിക മേഖലയ്ക്ക് പറ്റിയ സ്ഥലമാണ്. കാർഷിക മേഖലയുടെ പുരോഗതി കൊണ്ടുവരാൻ കഴിയും എവിടെ? ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിൽ അല്ലേ. അവിടെ എന്താണ്, ഫെർട്ടിലിറ്റി ഉള്ള മണ്ണായതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ മണ്ണായിരിക്കും. അതാണ് പറയുന്നത്, ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ പ്രോഗ്രസ്, കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ഡൽഹിയിലാണ് എന്തടാ, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്. ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ? എവിടെയാ? ഡൽഹിയിലാണല്ലേ. ഡൽഹിയിലാണ് നമ്മുടെ ആരവല്ലി പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. നോക്കിയോ, ആരവല്ലി, ദിസ് മൗണ്ടെയിൻ റേഞ്ചസ് ഹെൽപ്ഡ് ദ ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവാൻഷൻസ് ഓഫ് എനിമീസ്. ഇപ്പോൾ ഡൽഹിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ആരവല്ലി മൗണ്ടനേഴ്സ് എന്താണ്, അതിനെ റെസിസ്റ്റ് ചെയ്യും, അതിനെ തടയും. എങ്ങനെയാ? അതായത് നമ്മുടെ ഡൽഹിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ആരവല്ലി മൗണ്ടനേഴ്സ് കയറി ഇറങ്ങണം. അതിനൊക്കെ ആർക്കും റിസ്ക് അല്ലേടാ, അങ്ങനെ കയറി ഇറങ്ങുന്നൊക്കെ റിസ്ക് അല്ലേ. അപ്പോൾ എന്താ, ഇത് കടന്നിട്ടാണ് എന്ത്, ഈ എനിമീസൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ശത്രുക്കളിൽ നിന്നാണ് റെസിസ്റ്റ് ചെയ്യാൻ, ശത്രുക്കളിൽ നിന്നുള്ള ഇൻവാൻഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്. അപ്പോൾ എന്താണ്, ഡൽഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ്. ശത്രുക്കളിൽ നിന്ന് നമ്മൾ എന്താണ്, ശത്രുക്കളിൽ നിന്നുള്ള ഇൻവാൻഷൻസ് ആക്രമണങ്ങളെ തടയാൻ നമ്മളെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത്, അത് മാത്രമല്ല നമ്മുടെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഒരുപാട് റോക്സുകൾ, സ്റ്റോൺസ്, കല്ലുകളൊക്കെ ഉണ്ടാവും അല്ലേ. ആ റോക്സൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ്, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോട്ടകളൊക്കെ എന്താ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ മാസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടെയിൻ റേഞ്ച് സപ്ലൈ ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട് ആൻഡ് ബിൽഡിങ്സ്. ആരവല്ലി പർവ്വത നിരകളിലെ പാറക്കൂട്ടങ്ങളിലൊക്കെ ഇല്ലേ, അതിൽ നിന്ന് ആ ഒരു കല്ലൊക്കെ, സ്റ്റോൺസ് ഒക്കെ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്ങുകളും ഫോർട്ടുകളും കേട്ടോ, ബിൽഡിങ്ങുകളും പിന്നെന്താ കോട്ടകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ, കെട്ടിടങ്ങളും കോട്ടകളും ഒക്കെ എന്താ നിർമ്മിക്കാൻ വേണ്ടി ആരവല്ലി മൗണ്ടനേഴ്സിലെ റോക്സ് ഒക്കെ എന്താണ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫീച്ചറാണ്, ഡൽഹിയുടെ ലാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഫീച്ചറാണ് എന്തടാ, യമുന നദി. നമ്മുടെ യമുന നദി ഒഴുകുന്നത് ഇതിലൂടെയാണ്, ഡൽഹിയിലൂടെയാണ് അല്ലേ. ഡൽഹിയിലൂടെയാണ് നമ്മുടെ യമുന നദി ഒഴുകുന്നത്. ഈ യമുന നദിയിൽ നിന്നാണ് എന്ത്, നമ്മുടെ ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ട ജലം ലഭിക്കുന്നത് യമുന നദിയിൽ നിന്നാണ്. ഓക്കെ, ദ റിവർ യമുന ഫെസിലിറ്റേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എൻഷുർഡ് വാട്ടർ സപ്ലൈ ഫോർ ഡൽഹി. യമുന നദിയാണ് എന്ത്, വാട്ടർ സപ്ലൈ, ജലഗതാഗതത്തിനായി ഡൽഹിയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ യമുന നദിയിലെ വെള്ളമാണ് എന്ത്, ഡൽഹിയിലെ ആൾക്കാർ കുടിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും എന്താണ്, വാട്ടർ സപ്ലൈ നടത്തുന്നത് യമുന നദിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യമുന നദി എവിടെയാണ്, ഡൽഹിയാണ്. അപ്പോൾ ഇത്രയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് എന്ത് മക്കളെ, ദീസ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഡൽഹി. ഡൽഹിയിലെ ഭരണാധികാരികളെ അട്രാക്ട് ചെയ്തത് ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ, നമ്മുടെ ഡൽഹിയിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഡൽഹിയിലെ റൂളേഴ്സിനെ അട്രാക്ട് ചെയ്തത്, ആകർഷിച്ചത്. അപ്പോൾ ഇത് നിർബന്ധമായും എൻ്റെ മക്കൾ പഠിക്കേണ്ട ഒന്നാണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. ഓക്കേടാ, ഇതുപോലെ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.